ഇവിടെയാണ് എൻ്റെ വീട്ടിലാണ് പാട്ടുമല്ല, ഇവിടെയാണ് ഞാനിരിക്കുന്നത്. ഇപ്പം 10:45. വേറെ എങ്ങുമല്ല കേട്ടല്ലോ. ഞാനിപ്പോൾ ഫ്രണ്ടും കാണിക്കാം. ഇവിടെയാണ് ഇങ്ങനെ കഥകളുണ്ടാക്കുക. പിന്നെ അർജുൻ DK എന്ന് പറയുന്നതിന് ക്രിമികടി തുടങ്ങി. പിന്നെയും തുടങ്ങിയിരിക്കുക ക്രിമികടി. അവനെന്താ ക്രിമികടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ ചീത്തയെ വിളിക്കുന്നത്, ചീത്തയൊക്കെ വിളിക്കുന്നത് നമ്മൾ ഇട്ടിട്ടുണ്ട്. മായും പൂയും ഒക്കെ വെച്ച് ചീത്ത വിളിക്കുന്നവന്മാരെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല ശരിക്ക് മനസ്സിലായില്ലേ? നല്ലപോലെ ചീത്ത വിളിക്കുന്നവരൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. നല്ലപോലെ ചീത്ത വിളിക്കുകയും എന്തോ കൈ വെട്ടുമെന്ന് പറയുകയും ഭീഷണികളൊക്കെ നാട്ടുകാർക്ക് കേൾക്കുക. എൻ്റെ കൈ വെട്ടും, കാല് വെട്ടും, എന്നെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും. ഇവിടെ ഞാൻ അത് SNDP കണ്ടില്ലേ? ഇവിടെയാണ് ഞാനിരിക്കുന്നത്. അത് വേറെ എങ്ങുമല്ല. ഫോൺ വല്ല ഓണാക്കി ഇങ്ങനെ പോകുന്നത്. എൻ്റെ അവിടെ പോകുന്നത് ചായയും കൊണ്ട് പോവാണ്. അവളുണ്ട്. നമ്മുടെ വീട്. എൻ്റെ കൈ വെട്ടുന്നു പറഞ്ഞു. എൻ്റെ കൈ വെട്ടും. അവരുടെയൊക്കെ ഡ്രാമ കാണിക്കാൻ ഇറങ്ങിയിരിക്കുക. നമ്മുടെ വീട്ടിലാണ്, മനസ്സിലായില്ല? ഇവിടെയാണ്. അവളാണ് ഞാനായിട്ട് ഇംപെർസണേഷൻ നടത്തുന്നത്. എന്ന് വെച്ചാൽ ഫേക്കായിട്ടുള്ള ഡ്രാമ നടത്തുന്നത്. അവൾ ഞാനായിട്ട് അഭിനയിക്കുകയാണ്, മനസ്സിലായോ? അവളാണ് ഞാനായിട്ട് അഭിനയിക്കുന്നത്. വൃന്ദ എന്ന് പറയുന്ന ഇവളാണ് ഞാനായിട്ട് അഭിനയിക്കുക. ഇവളുടെ അത്രയാക്കുക, ഇവളെ പോലെ കറപ്പിക്കുക, നമ്മുടെ മുഖത്തോട്ടിങ്ങനെ ഇവളെ പോലെ ആക്കാനാണ് നമുക്ക് ബ്ലോട്ടിങ് ഗ്യാസ് അടിക്കുക. പിന്നെ ഇവളുടെ അത്രയാക്കാൻ ഇങ്ങനെ മുഖം കറപ്പിക്കുക, ഇവളെ പോലെ ആക്കാൻ ഇങ്ങനെ പല പരിപാടികളാണ് ഇവർക്ക്. മുഖത്തോട്ടിങ്ങനെ പോയിസണസ് ഗ്യാസ്, പിന്നെ ബ്ലോട്ടിങ് ഗ്യാസ്, ഇതെല്ലാം അടിച്ചാണ് ഇതാക്കുന്നത് നമ്മുടെ മേത്തോട്ട്. ഇങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. എന്തായാലും അതാണ് നമ്മുടെ വീട്, മനസ്സിലായില്ലേ? ഇപ്പോഴങ്ങ് അഭിനയമാണ്, അതിനകത്ത് പോയിരുന്ന അഭിനയം. ഇതാണ് എൻ്റെ വീട്. ഇപ്പം സമയമെന്ന് പറയുന്നത് 10:45. ഓക്കെ, ഇന്ന് 14th February 2026. എങ്ങും ആരുമില്ല. സംബന്ധം ഉണ്ടാക്കാൻ നടക്കുകയാണ്. എന്താ സംബന്ധമാണെന്ന് നമുക്കറിയത്തില്ല. എന്തുവാണ്? ഇവിടെ ഒന്നും ആരുമില്ല. നിങ്ങൾ മനസ്സിലായല്ലോ? സംബന്ധം ഉണ്ടാക്കാൻ നടക്കുക. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും. എന്നാലും ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കുക. ഭയങ്കര കള്ളക്കഥകളാണ്. എന്തോ കള്ളക്കഥയാണെന്ന് അറിയത്തില്ല. ഇന്നലെ എന്തുവാ പറയുന്ന സോമരാജൻ എൻ്റെ കൈ വെട്ടും. ഭയങ്കര ഭീഷണിയാണ് എൻ്റെ അടുക്കൽ. ഭീഷണി, എന്നെ അങ്ങനെ ചെയ്ത് കളയും, എന്നെ കൊന്നു കളയും, എന്തൊക്കെയോ ചെയ്ത് കളയും. എൻ്റെ കൈ വെട്ടും, എൻ്റെ കാല് വെട്ടും, വീട്ടിൽ കയറി തല്ലും. ഇതൊക്കെയാണ് ഭയങ്കര ഭീഷണികൾ. നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട് കുറേ പേരൊക്കെ. ഇനി ഇതുവഴി എടുത്ത് നടക്കുക, സ്ഥിരം നടന്നേച്ച് നമ്മുടെ വീട്ടിലോട്ട്. ഇവിടെ കൂടെ പോകുന്നവരെല്ലാം നമ്മുടെ വീട്ടിൽ വരുവാന്ന് കള്ളക്കഥകൾ. അപ്പോൾ ഇതെല്ലാം തെളിയിക്കപ്പെട്ടതാണ്, മനസ്സിലായില്ലേ? ഇപ്പം ഇന്നലെ ഇവൻ 10 ആളുകളുടെ മുന്നിൽ വെച്ചാൽ പറഞ്ഞത് ഞാൻ ഭർത്താവായിട്ട് വെച്ചുകൊണ്ടിരുന്നത് സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന തെമ്മാടിയെ. ഇവനെ ഇവിടെ ഒന്നും കയറ്റിയിട്ടില്ല. പണ്ട് മുതലേ നമ്മൾ ഇട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇവനെ തെറി വിളിച്ചിടുന്നതെല്ലാം ഉണ്ട് തെളിവായിട്ട്. അന്നും ഇന്നും അല്ല. ഇവനെ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് അതും ഇതും പറഞ്ഞിടുന്നതെല്ലാം എൻ്റെ കയ്യിൽ തെളിവുണ്ട്. പിന്നെ ചുമ്മാ ഇതാക്കുക. അപ്പോൾ അവൻ ഏതോ ഒരുത്തൻ ബൈക്കിൽ കയറി പോകുന്നു. ഇങ്ങനെ വരിക പോവുക. ഇവിടെ ഒന്നും ആരുമില്ല. നമ്മുടെ വീട്ടിലായിരിക്കുന്നത്. ഇരിക്കുന്നിടത്ത് അടുത്ത 4ാം റൗണ്ട് ഇറങ്ങി ഒരുത്തൻ. നാലാമത്തെ 5ാമത്തെ റൗണ്ട് ഇറങ്ങി. ഇങ്ങനെ പല റൗണ്ടാണ്. ഇങ്ങനെ ഇവർക്കിതാ ജോലി. കുറേ എണ്ണത്തിന് ഇങ്ങനെ ഇത് തന്നെ ജോലി കണ്ടില്ലേ? ഇത് തന്നെ ജോലി. എന്നെക്കുറിച്ച് കഥയുണ്ടാക്കുക, ഞാൻ എന്തോ എടുക്കുന്നതെന്ന് നോക്കിയിരിക്കുക. വലിയ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇതെന്തായാലും. കണ്ടില്ലേ 2 എണ്ണം കണ്ട പോവുക. ഇങ്ങനെ വഴിയേ പോവുക. ഓരോരുത്തരിങ്ങനെ വരിക പോവുക, ഇങ്ങനെ ഇറങ്ങുക. അപ്പം മറ്റവൻ്റെ ഡ്രാമ കഴിഞ്ഞപ്പോൾ അവൻ പോയി ബൈക്കിൽ കയറി. അപ്പോൾ ഇവരിങ്ങനെ ഇറങ്ങി. ഇങ്ങനെ ഡ്രാമയാണ്. നമ്മളെക്കുറിച്ച് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി സ്ഥിരം ഇങ്ങനെ ഇരിക്കുകയാണ് ഇവന്മാർ. അവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇങ്ങനെ സ്ഥിരം നമ്മളെ നോക്കിയിരിക്കാൻ ഇവന്മാരാരാണ്?
ഇവന്മാരാരാണ് എന്നെ നോക്കിയിരിക്കാൻ? ഇവന്മാർക്ക് ആരധികാരം കൊടുക്കുന്നത് എന്നെക്കുറിച്ച് കഥയുണ്ടാക്കാൻ? നമ്മൾ നമ്മുടെ വീട്ടിനകത്തിരിക്കുന്നത്. ഇവനാരാണ്? ഇവനൊക്കെ ആരാണ് നമ്മളെക്കുറിച്ച് കഥയുണ്ടാക്കാൻ? ഈ വൃദ്ധ എന്ന് പറയുന്ന കള്ളി ക്രിമിനൽ, ഇവൾ ജയിലിൽ കിടക്കും. ഇവൾ എന്നെക്കുറിച്ച് ഈ കള്ളക്കഥ ഉണ്ടാക്കുന്നതിന് ഇവൾ ജയിലിൽ കിടക്കും. ഇവൾ ചുമ്മാ കഥകളുണ്ടാക്കി ഇരിക്കുക.